ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ജോ ആൻഡ് റോയ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വാഗമണ്ണിലെ ഒരു ഫിഷ് ഫാമിലാണ് നിൽക്കുന്നത്. KPM ഫിഷ് ഫാം. വാഗമണ്ണിന് 10 കിലോമീറ്റർ അടുത്തുള്ള ഫിഷ് ഫാമാണിത്. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 100 റുപ്പിയാണ്, അതായത് 50 റുപ്പി പെർ പേഴ്സൺ. അങ്ങനെ ഞങ്ങൾ എൻട്രി പാസ് എല്ലാം എടുത്തു. ഇതാണ് ഫിഷ് ഫാം ഹൗസിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ഞങ്ങൾ KPM ഫിഷ് ഫാമിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുവാണ്. ഫാമിനുള്ളിലേക്ക് കടക്കുമ്പോൾ പാത്വേയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയേറിയ പൂക്കളൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ പോണ്ടിലുള്ള ഫിഷിനെ പിടിച്ചിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷിനെ പോണ്ടിൽ നിന്ന് പിടിച്ചിട്ട് അതിനെ കുക്ക് ചെയ്ത് തരും. കുട്ടികൾക്കായി പ്ലേ ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുട്ടവഞ്ചി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നത്. ഇത് കൂടാതെ ഫിഷ് സ്പായും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ കുട്ടവഞ്ചി. ഞങ്ങൾ കുട്ടവഞ്ചിയിലേക്ക് കയറുവാനായിട്ട് പോകുവാണ്. അവിടെ പോകുന്ന വഴിക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്, മീനിനെ പിടിക്കരുതെന്ന്. കുട്ടവഞ്ചിയിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 100 റുപ്പി പെർ പേഴ്സൺ ആണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ്സ് എല്ലാം എടുത്തു. ഇനി അടുത്ത് കുട്ടവഞ്ചിയിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുവാണ്. സോ അങ്ങോട്ടേക്ക് പോകുവാണ്. കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതാണ് കുട്ടവഞ്ചി. ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. കുട്ടവഞ്ചിയിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടവഞ്ചിയിലേക്ക് കയറുന്നതാണ്. ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ടൈമാണ് ഈ കുട്ടവഞ്ചിയിൽ കയറാനായിട്ട് പോകുന്നത്. സോ വി ആർ വെരി എക്സൈറ്റഡ്. ഐ വാസ് ലിറ്റിൽ നെർവസ്. അങ്ങനെ കുട്ടവഞ്ചിയിലേക്ക് കയറാനുള്ള ടൈം ആയിരിക്കുവാണ്. ഫസ്റ്റ് ഞാനാണ് കയറിയേ. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതായി റോയ്ച്ചൻ കുട്ടവഞ്ചിയിലേക്ക് കയറുവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കുട്ടവഞ്ചിയിലാണ്. യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുവാണ്. ഈ വൈറ്റ് ബാസ്ക്കറ്റിലിരിക്കുന്നത് ഫിഷ് ഫുഡാണ്. ഒരു കുട്ടവഞ്ചിയിൽ മാക്സിമം 8 പേരുമായിട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഞങ്ങൾ പോണ്ടിന്റെ സെൻട്രൽ പോർഷനിൽ എത്തിയിരിക്കുവാണ്. ഇനി നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാം. ഫിഷ് ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. അതിന് പ്രത്യേകം ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഫിഷൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ വെച്ച് ഈ ഫിഷ് ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഫിഷ് കയ്യിൽ നിന്നും ഈ ഫുഡ് കഴിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഫിഷ് ഫുഡ് ഞങ്ങൾ ഇട്ട് കൊടുക്കുവാണ് ചെയ്തേ. കുഞ്ഞു മീനുകളെ ഒന്നും അവിടെ കണ്ടില്ല. എല്ലാം വലിയ വലിയ മീനുകളാണ്. ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മീനുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്തോരം വെറൈറ്റി മീനുകളാണെന്ന് നോക്കിക്കേ. ഇത്രയധികം മീനുകളെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫിഷിനെ ഫീഡ് ചെയ്യുക എന്നത്. വാഗമൺ ട്രിപ്പ് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഫാം ഹൗസ്. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് വെർത്താണ്. എന്തായാലും ഞങ്ങൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഒരു 20 മിനിറ്റ് കുട്ടവഞ്ചിയിൽ സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു വലിയ പാറമടയുടെ നടുവിലാണ് ഈ പോണ്ടിനെ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫിഷിനെ എല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് കയറാനായിട്ട് പോകുവാണ്. വാഗമണ്ണിലൊക്കെ ട്രിപ്പ് വരുന്നവർ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തേക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഫാം ഹൗസ്. ഈ ഫാം ഹൗസിലെ വ്യൂ ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.